आदाब। मैं आज आप लोगों के सामने नॉवल कृष्ण चंद्र का नॉवल जब खेत जागे उसका पहला हिस्सा और उसका മലയാളം തർജ്ജമ पेश करना चाहता हूँ। ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പില് കൃഷ്ണചന്ദ്രന്റെ നോവലായിട്ടുള്ള നോവലായിട്ടുള്ള ജബ് ഖേത് ജാഗെ എന്നുള്ളതിന്റെ ആദ്യ ഭാഗം അതിന്റെ ഒരു മലയാളം അർത്ഥവും നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിനു മുന്നേ मखदूम मुहिउद्दीन के नाम से സർദാർ ജാഫറിനെ ഉസ്കാ മുഖദ്ദിമ ലിഖാ ഹെ. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളതാണ് സർദാർ ജാഫരി എന്നുള്ളത്. ഇതെന്ന് വെച്ചാല് ഈ ഒരു അഫ്സാനയെ കുറിച്ച് ഈ ഒരു നോവലിനെ കുറിച്ചുള്ള ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ആന്ധ്രയിലുള്ള തെലങ്കാനയിലുള്ള കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട ജന്മിതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് അവിടെ നടന്നിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം കർഷകരുടെ. അപ്പൊ അത് ജന്മിത വ്യവസ്ഥിതി അതുകൊണ്ടുണ്ടായ ദോഷങ്ങള്, അപ്പൊ അതിനെയൊക്കെ കുറിച്ചുകൊണ്ട് ഏതൊക്കെ രൂപത്തിലായിരുന്നു അന്ന് കർഷകർ കഷ്ടപ്പെട്ടിരുന്നത്, ഈ വക കാര്യങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ പ്രതിപാദിക്കുന്ന ഒരു നോവലാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. അപ്പോ ഇതിലുള്ള ഒരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ രാഘവ് റാവു ആണ്. അപ്പോൾ ഈ ഒരു മുഖദ്ദിമ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ ഇതിലുള്ള കാര്യമായിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്, നോവലിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതിന്റെ തർജ്ജമ മലയാളത്തിലേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ള എം.എൻ. സത്യാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബുക്ക് മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. രാഘവ് റാവു ആണ് ഇതിലുള്ള കേന്ദ്ര കഥാപാത്രം. राघव राव की उम्र राघव राव की उम्र 22 साल की थी। आज जेल में उसकी आखिरी रात थी। सुबह उसे फांसी दी जाने वाली थी. രാഘവ് റാവുവിന് എന്താ പറയാ 22 साल की उम्र थी. ഇന്ന് അദ്ദേഹത്തിന് എന്താ 22 साल 22 വയസ്സാണ്. ആജ് ജയിൽ മേ ഉസ്കി ആഖിരി രാത് थी. ഇന്ന് ജയിൽ അദ്ദേഹത്തിന്റെ അവസാന രാത്രിയാണ്. സുബ ഉസെ ഫാസി ദി ജാനെ വാലി थी. രാവിലെ നേരം പുലരുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. കാൽ കോട്ടറി में लेटे लेटे രാഘവ് റാവുവിനെ പീछे മുड़कर देखा. അദ്ദേഹം ആ ഒരു കഴുത്ത് റൂമിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ ഒരു ജയിൽ അറയിൽ നിന്നുകൊണ്ട് ലേറ്റെ കിടന്ന് കിടന്ന് രാഘവ് റാവു അവരെ പീछे മുड़कर देखा. തന്റെ ജീവിതത്തെ കുറിച്ചുകൊണ്ട്, തന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുകൊണ്ട് സോച്ചിനെ ലഗാ. അപ്പൊ ഈ സാരി ജിന്ദഗി अयाल अयाളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. अपनी सारी जिंदगी की तरफ बड़े एहतियात से उसने अपने मुख्तसर से जिंदगी के एक एक लम्हे को गिना. അയാള് തന്റെ ഈ ഒരു ചെറിയ ജീവിതം, അതായത് 22 വയസ്സിലേ ആയിട്ടുള്ളൂ, ഇതിനെ കുറിച്ചുകൊണ്ട്, അതിലുള്ള ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ചുകൊണ്ട് ബഡി ഇഹ്തിയാസ് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ ജീവിതത്തെ കുറിച്ചുകൊണ്ടും അതിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ചുകൊണ്ടും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അയാൾക്ക് ചിന്തിക്കാൻ സമയമില്ല. അടുത്ത ദിവസം രാവിലെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? തൂക്കിലേറ്റാൻ പോകുന്നത്. जैसे किसान अपनी नकदी को जेब में रखने से पहले उसे अच्छी तरह उलट पलट के देखता है. ഏതുപോലെയാണ് ഒരു കർഷകൻ തന്റെ അടുത്തുള്ള നാണയങ്ങൾ, എന്നുവെച്ചാൽ സാധനങ്ങളൊക്കെ വിറ്റതിന് ശേഷം കിട്ടുന്ന പൈസ, ആ പൈസയെ ഏതുപോലെയാണോ ഇവരെ സൂക്ഷിച്ച് ഇത് എടുക്കുന്നതാണോ അല്ലേ ഇത് പൊട്ടിയതാണോ പൊളിഞ്ഞതാണോ എന്ന് നോക്കുന്നു. അതേ ശ്രദ്ധയോട് കൂടി ആ ഒരു ശ്രദ്ധയോട് കൂടിയാണ് ഇന്ന് നമ്മളുടെ രാഘവ് റാവു അയാളുടെ ജീവിതമാകുന്ന ജീവിതത്തെ കുറിച്ചുകൊണ്ട്, അയാളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ചുകൊണ്ടും കൃത്യതയോടുകൂടി അതിലൊരു അവലോകനം നടത്തുന്നത്. ശരിക്കും ഇവിടെ നാണയമല്ല, ഇവിടെ ചിന്തിക്കുന്നതാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയാണ് നാണയത്തെ പോലെ ഇയാൾ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുന്നത് എന്നാണ്. बिल्कुल उसी तरह, उसी एहतियात, उसी तवज्जो, उसी शुबह के से
राघव राव ने अपनी जिंदगी के लम्हों को उलट पलट के अच्छी तरह देखा, क्योंकि क्योंकि उन तमाम सिक्कों को उसने अपने हाथों से ठारा था. ഇനി അതേ ഒരു ശ്രദ്ധയോട് കൂടിയാണ്, അതേ ഒരു സംശയത്തോടു കൂടിയാണ് ഞാൻ എന്റെ കാര്യങ്ങളും ദൗത്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയത്തോടു കൂടിയാണ്, ശ്രദ്ധയോടു കൂടിയാണ് അയാളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ ഉലട് പലടക്ക് അച്ചിത്തരത്തേക്കാം അയാൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ ശരിക്കും മറച്ചും തിരിച്ചും നോക്കുന്നുണ്ട്. ക്യോങ്കി തമാം സിഖോ ഉസ്നെ അപ്നെ ഹാത്തോ സെ ഠാരാ താ. കാരണം ഈ നാണയങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയത് അയാളുടെ കൈകൾ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വയം പരിശ്രമം കൊണ്ടാണ്. എന്ന് വെച്ചാല് ഇയാള് ഇവിടെ നാണയം ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അയാളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം തന്നെയാണ് എങ്ങനെ ചെലവാക്കണം വേണ്ട എന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളത്. बेशक कुछ लम्हे उसके माँ बाप के थे, जैसे उसकी पैदाइश, माँ बाप की लोरी, बाप का कंधा. कुछ लम्हे समाज के और माहौल के टकसाल से ढलकर आए थे. നിസ്സംശയം അതിലുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ, ഇയാളുടെ ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള ഇയാളുടെ അമ്മയും അച്ഛനുമായിരുന്നുവെങ്കിൽ, അതുപോലെ അദ്ദേഹത്തിന്റെ ജനനം മുതൽ പൈതായിഷ് ജനനം, മാം ബാപ് കി ലോറി, അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ആ ഒരു സ്നേഹം, തലോടൽ, ലോറി മീൻസ് താരാട്ട് പാട്ട് പാടല്, ബാപ് കാ കന്ത, ബാപ്പ കരയുന്ന നേരത്തും മറ്റുമൊക്കെ എടുത്തോണ്ട് ചുമലിലിടല്, അതുപോലെ കുച്ച് ലംഹെ സമാജ് ഓർ മാഹോൽ കി ടക്സാൽ സെ ഢൽക്കർ ആയെ थे. അതുപോലെ കുറച്ച് സമയങ്ങൾ എന്ന് വെച്ചാൽ അത് സമൂഹം അദ്ദേഹത്തിന് നൽകിയതാണ്. അങ്ങനെയൊക്കെ സമൂഹത്തിനും മറ്റുമൊക്കെ ആയിട്ട് രൂപപ്പെട്ടുള്ള കുറച്ച് സമയങ്ങളുണ്ട്. लेकिन फिर भी उसकी जिंदगी के बहुत से लम्हे जो सबसे अच्छे थे, सबसे उम्दा थे, सबसे कीमती और खूबसूरत थे, वो सब उसके अपने थे. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിലും ധാരാളം നിമിഷങ്ങൾ ലംഹെ ജോ സബ്സെ അച്ഛേ थे, അതിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ, സബ്സെ ഉംദ थे, അതും യഥാർത്ഥത്തിൽ തന്നെയാണ്, സബ്സെ ഖീമത്തി ഓർ ഖൂബ്സൂറത്ത് थे, വളരെ മനോഹരമായിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ആ സമയം, वो सब उसके अपने थे, അതെല്ലാം രൂപപ്പെടുത്തിയത് അദ്ദേഹം തന്നെയാണ്. അതിന് ഉത്തരവാദികൾ മറ്റാരുമല്ല. और उनके हुस्न सनत में उसकी अपनी मर्जी और मेहनत को बड़ा दखल था. അപ്പോ ഇങ്ങനെ ഇതിനെ ഒരു ചിട്ടപ്പെടുത്തിയതിൽ ഉൻകി അപ്പനി മർസി थी, ഓ മെഹനത്ത് ബടാ ദഖൽ था, അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ തൃപ്തിയും അദ്ദേഹത്തിന്റെ അധ്വാനത്തിനൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ സമയങ്ങൾ, ജീവിതം ഇതിനെ ചിട്ടപ്പെടുത്തിയതിൽ വളരെയധികം പങ്കുണ്ട്. यानी वो जो कुछ उसने सोचा था, जो कुछ उसने किया था, जिस तरह उसे अमल में लाया था. അപ്പോ അഥവാ ഈ നിമിഷങ്ങൾ എങ്ങനെ അദ്ദേഹം രൂപപ്പെടുത്തി, അതിനെക്കുറിച്ചുള്ള അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹം ചെയ്തത്, അതിനെ വിനിയോഗപ്പെടുത്തിയത്, ഇതിലൊക്കെ അദ്ദേഹത്തിന് തന്നെയാണ് പങ്കുള്ളത്. അതായത് എങ്ങനെ ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം, ജീവിതം, കാര്യങ്ങൾ മുഴുവൻ രൂപപ്പെടുത്തിയത്, ചെയ്തത്, പ്ലാൻ ചെയ്തത് എല്ലാം അദ്ദേഹം തന്നെയാണ്. उसके तवातुर में उसकी अपनी शख्सियत की गहरी छाप थी. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന് വളരെയധികം പങ്കുണ്ട്. ഉസ് പർ കിസി മാഫോഖൽ ഫിത്രത്ത് ദേവത കാ സായ ന था. ചുരുക്കത്തിൽ ഇതിലൊന്നും തന്നെ ഒരു അമാനുഷികമായ ശക്തിക്ക് യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ദേവതക്കോ അമാനുഷികമായ ശക്തികൾക്കോ ഒന്നും പങ്കുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം രൂപപ്പെടുത്തിയത് അയാളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് അയാൾ തന്നെയാണ് ചിന്തിച്ചുറച്ചത്, രൂപപ്പെടുത്തിയത്. फिर भी हर आदमी की जिंदगी में कुछ सिक्के खरे होते हैं, कुछ खोटे भी निकल आते हैं, और उनका मुहासिबा जरूरी है. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള, ഖെര മീൻസ് അച്ച്, നല്ലതും, അതുപോലെ കോട്ടയം എന്ന് പറഞ്ഞാൽ എടുക്കാത്ത നാണയങ്ങൾ എന്നറിയില്ല. അപ്പൊ അങ്ങനെ മോശവുമായിട്ടുള്ള ധാരാളം ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഉൻക മുഹാസിബ ജരൂരി ഹെ, അതിന്റെ ഒരു മുഹാസിബ, ഹിസാബ് ലഗാന, അതിന്റെ ഒരു കണക്ക്, എന്താണ്, എങ്ങനെയായിരുന്നു ഞാൻ എന്റെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുള്ളതിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ വളരെ നല്ലതാണ്, ആവശ്യമാണ്.
अपने लिए न सही दूसरों के लिए सही, और आखिर दूसरे भी तो अपने होते हैं. അത് തനിക്ക് വേണ്ടി ആയിരുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ശരി, ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ എന്താ, അവരും നമ്മളുടെ തന്നെയല്ലേ. इसीलिए राघव राव के लिए वक्त खत्म हो चुका था. ഇനി രാഘവ റാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിന്റെ ഒരു ജീവിതമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിക്കാനിരിക്കുകയാണ്. फिर भी वो एक आखिरी जायजे के लिए बड़ी महबीयत के आलम ने अपने माजी की सिमत घूम गया. ചുരുക്കത്തില് ഇങ്ങനെ ഇദ്ദേഹത്തിന് മുമ്പിൽ ഇനി സമയം, ഇനി ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് എന്തൊക്കെയായിരുന്നു എന്ന് വിലയിരുത്തിയിട്ട് ഇയാൾക്കൊന്നും ചെയ്യാനില്ല എങ്കിലും फिर भी എന്ത് ചെയ്തു, वो अपने आखिरी जायजे के लिए ഒരു അവസാന അവലോകനം, അനാലിസിസ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ബड़ी महबीयत के आलम ने अपने माजी की सिमत घूम गया. അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുകൊണ്ട് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. और उसके फराख माथे पर सोच की गहरी लकीरें नमूदार हो गई. അദ്ദേഹം അതിനെക്കുറിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിലുണ്ടാകുന്ന ചുളിവുകൾ അത് നമുക്ക് ദൃശ്യമായിരുന്നു. ഗോ ഉസ്കെ പാവ് മേ ഡണ്ട വേടി थी. ചുരുക്കി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ दंडങ്ങളുണ്ട്, എന്നുവെച്ചാൽ ചങ്ങലകളുണ്ട്. और उसके हाथ में जेल के दीवार के अंदर दुसने दुसने हुए आहनी हल्कों में जगड़े हुए थे. അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധനസ്ഥനാണ്, കാലുകളും അഥവാ കയ്യാമം വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ കാലുകൾ ചങ്ങലയിലാണ്. वो फिर भी उसका जहन और उसका तखय्युल उन तमाम जिस्मानी क़यूद से आज़ाद रहकर बड़ा इत्मीनान से बैठे हुए लम्हों का खरा खोटा परखने लगा. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തകൾ സ്വതന്ത്രമാണല്ലോ. അപ്പൊ വു ആസാദ് ഹോക്കർ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉസ് ഊപ്പർ ഉട്ട്കർ വോ ബഡി ഇത്മിനാൻ സെ, വളരെ ആശ്വാസത്തോടു കൂടി बैठे हुए अपने लम्हों का खरा खोटा परखने लगा. അദ്ദേഹത്തിന്റെ പുരാന ജിന്ദഗിക്കോ वो सोचने लगे, उसके हर एक लम्हे का हिसाब लगाने लगे. അയാളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ആലോചിക്കാനും അത് എങ്ങനെ ചെയ്തു, എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ചുകൂടി ഇയാള് ഒരു അവലോകനം നടത്തുകയാണ്. कोई दूसरा उस मौके पर होता तो उसे तौसी औकात समझता. ഇദ്ദേഹം സ്വാഭാവികമാണ്, ഇയാൾ മരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് തലേന്നുള്ള രാത്രിയാണ്, അവസാന രാത്രിയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ അത് ആലോചിക്കും എന്ത്, കൊയ് ദൂസറ ഉസ് മൗക്കെ पर होता, അദ്ദേഹത്തിന് അടുത്ത് മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഈ രൂപത്തിലുള്ള ചിന്തകളിലൊക്കെ വ്യാകുലനാണ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇയാളെ കുറിച്ചുകൊണ്ട് എന്താ മനസ്സിലാക്കുക, ആ ഉസ് തൗസിയ അവകാശ സമസ്ത, ഇയാളൊരു നേരം കൊല്ലിയാണ്, എന്താണ് വെറുതെ ഒരു നേരം പോക്കിനും വേണ്ടിയിട്ട് ഇയാൾ ഇമാതിരി കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. തൗസിയ അവക്കാതെ സായി കർണ, വക്ത് സായി കർണ, സമയം വേസ്റ്റ് ആക്കുക എന്നേ പറയുള്ളൂ. मगर राव मीन्स राघव राव उन लोगों में से नहीं था जो वक्त को, कायनात को ആഖിരി ഓർ ഖുദാ മാനത. പക്ഷേ രാഘവ റാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഒരു സമയത്തെ അവസാന സമയമെന്നോ അല്ലെങ്കിൽ അതിന് ദൈവികമെന്നോ അന്ത്യസമയമെന്നോ എന്നൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. और इसीलिए वक्त को इंसान पर गालिब समझते हैं. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമയത്തിന് മുകളിലും മനുഷ്യന് നിയന്ത്രണമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു. എന്ന് വെച്ചാല് മനുഷ്യന്റെ സമയങ്ങൾ നന്നാക്കുന്നതും മോശമാക്കുന്നതും ഒക്കെ മനുഷ്യനാണ് പവർ. ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഈ സമയത്തിന് മുകളിൽ ഒരു കൺട്രോൾ സ്ഥാപിക്കാനാകും, മനുഷ്യന് സമയത്ത് നന്നാക്കാനും തിരുത്താനും സാധിക്കുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ രാഘവ റാവു. എന്ന് വെച്ചാൽ എന്റെ സമയം മോശമാണ് എന്ന് പറഞ്ഞിരിക്കല്ല, പകരം ഈ സമയത്തിനെ മോശമാക്കുന്നതും നല്ലതാക്കുന്നതും ഒക്കെ നമ്മളാണ്. നമുക്ക് അതിനുള്ള കഴിവുണ്ട്, നമ്മൾ അതിനുള്ള കഴിവുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലം ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനുഷ്യന്റെ കയ്യിലാണ്, മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ആര്, നമ്മളുടെ രാഘവ റാവു. അഥവാ പരിശ്രമമാണ് എല്ലാറ്റിന്റെയും വിജയത്തിന്റെ പിന്നിലുള്ള अडिस्थान में विश्वसिക്കുന്ന ആളായിരുന്നു രാഘവ റാവു. राघव राव ने बड़ी कोशिश के बाद इस नुक्ते को समझा था कि वक्त इंसान के हाथ में खाम मादे की तरह है जिससे इंसान अपनी मर्जी के मुताबिक ढाल सकता है.
അഥവാ രാഘവ് റാവു ധാരാളം ചിന്തിച്ചതിന് ശേഷമാണ്, മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ നുക്തേക്കോ സംജാത്ത, ഈ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ വക്ത് ഇൻസാൻ കെ ഹാത്ത് മേ, ഈ സമയം എന്നുള്ളത് അത് മനുഷ്യന്റെ കയ്യിലുള്ള എന്താണ്, ഹാത്ത് മേ ഹാം മാതേക്ക് തരാത്ത, എന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, ലോഹങ്ങളും മറ്റുമൊക്കെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാവ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു എന്താ, അതിനെ പ്രത്യേകം ഷേപ്പ് ചെയ്യാത്ത ഉരുക്കിയിട്ടുള്ള ദ്രവ്യം എന്ന് പറയില്ലേ. അപ്പൊ അതുപോലെയാണ് എന്ത്, സമയം എന്നുള്ളത്. ഈ സമയത്തിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജിസെ ഇൻസാൻ അപ്പിന് മർസിക്ക് മുതാബക് ഢാൽ സക്താ ഹെ, മനുഷ്യന് ഇഷ്ടം പോലെ അതിനെ എങ്ങനെയാണോ വേണ്ടത് നമുക്ക് ചിലവാക്കാം. ഹാമാത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, കോർ ആയിട്ടുള്ള അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു റോ മെറ്റീരിയൽ എന്ന് അറിയില്ല. ആ റോ മെറ്റീരിയൽ തന്നെ ഇപ്പൊ ഒരു ലോഹമാണെങ്കിൽ, ഇരുമ്പാണെങ്കിൽ, ഈ ഉരുക്കാണെങ്കിലും ഒക്കെ എന്താണ്, അതിനെ ഉരുക്കി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിന് ഏത് ഷേപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അച്ചിലൊഴിക്കുന്നതോടുകൂടി അത് അതിന്റെ ഷേപ്പ് രൂപപ്പെടും. എന്ന രൂപത്തില് മനുഷ്യന് എന്താണ്, ഈ സമയം എന്നുള്ളത് മനുഷ്യന്റെ കയ്യിലുള്ള വസ്തുവാണെന്നും ആ സമയത്ത് നമുക്ക് എങ്ങനെ വേണം ചെലവഴിക്കാൻ എന്ന് ചിന്തിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാടിലും ഈ രാഘവ് റാവു എത്തിയത് വളരെ വൈകിയാണ്, സമയമെടുത്താണ്. ജിസെ ഇൻസാൻ अपने മർസി के മുതാബിക്, മനുഷ്യന്റെ മർസി മീൻസ് താല്പര്യത്തിനനുസരിച്ച് സ്നേഹം ढाल सकता है, രൂപപ്പെടുത്താവുന്നതാണ്. जिसमें अपनी मेहनत शामिल करके इंसान दुनिया को बदल सकता है, यानी अगर इसमें इंसान की मेहनत भी शामिल करके इस दुनिया को भी बदल सकता है, എന്നുവെച്ചാൽ ഈ മനുഷ്യന്റെ പരിശ്രമം കൂടിയും അതിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ദുനിയാക്കു ബി ബദൽ സക്താ ഹെ, ഈ ലോകത്തെ പോലും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ഖുദ് രാഘവ് റാവുവിനെ ഛോട്ടെ പൈമാനെ പർ ഐസാ ഹി കിയാ था, ഈ രൂപത്തിലാണ് രാഘവ് റാവു ചെറിയ രൂപത്തിലെങ്കിലും ശരി അദ്ദേഹവും ചെയ്തത്. उसमें उसे कहाँ तक कामयाबी हुई, कहाँ तक नाकामी हुई, उसे वो उस वक्त अपने आखिरी लम्हों में परखना चाहता था. ഈ ഒരു പരിശ്രമത്തിൽ, ഈ ലോകത്തെ തന്നെ മാറ്റി മറിക്കാനുള്ള ഈ ഒരു രാഘവ് റാവുവിന്റെ ഈ ഒരു ചെറിയ പരിശ്രമത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം കഹാ തക് കാമിയാബി മിലി, എത്രത്തോളം അദ്ദേഹം വിജയിച്ചു, ഓർ കഹാ തക് നാകാമിയാബി, കാമിയാബി എന്നുള്ള ഓപ്പോസിറ്റ് നാകാമിയാബി മിലി, उससे वो अपने ആഖിരി ലംഹോ മേ പരഖ്ന ചാഹത്തെ थे. അതിന് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് എത്ര വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു മുഹാസിബ, ഒരു ഹിസാബ് ലഗാന, അത് അദ്ദേഹം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. इसीलिए उसने अपनी जिंदगी के सारे सिक्के अपने सामने फैला लिए. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള മുഴുവൻ നാണയങ്ങളും, ജീവിതമാവുന്ന നാണയങ്ങളും മുഴുവൻ അദ്ദേഹം തന്റെ മുമ്പിലേക്ക് വലിച്ചിട്ടു എന്ന് പറഞ്ഞാല്, അദ്ദേഹം ഓരോന്നോരോന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇദ്ദേഹം വിലയിരുത്താനും പരതാനും ഒക്കെ ശ്രമിച്ചു. और उन्हें एक एक करके उठा के देखने लगे. അദ്ദേഹം ഇതിനെ ഈ ഓരോ നിമിഷങ്ങളെയും എടുത്തുകൊണ്ട് അദ്ദേഹം, അഥവാ ഓരോ പൈസ എടുത്തുകൊണ്ട് ഉദ്ദേശിച്ച ഓരോ നിമിഷങ്ങളും അദ്ദേഹത്തിന് ഓരോ ജീവിതവും അദ്ദേഹം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, നോക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, അതിലൊരു നാണയം എടുത്തുകൊണ്ട്, അഥവാ അതിൽ കുറച്ച് സമയം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള കുറച്ച് നിമിഷങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ നിമിഷങ്ങളാണ് നാണയം നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ആ ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം നോക്കാൻ അതിലൊന്ന്, ഈ ഉസ്കി മാ ഥി, ഇതെന്റെ അമ്മയാണ്. ജോ ഉസെ 3 സാൽ കാ ബച്ച ചോടുക്കർ മർ ഗയി, 3 വയസ്സായപ്പോ തന്നെ ഇയാളെ ഉപേക്ഷിച്ച് പോയ ആളാണ് ഇയാളുടെ അമ്മ, അഥവാ മരിച്ചു പോയിട്ടുണ്ട് ഇയാളുടെ അമ്മ, ഇന്ന് ഇയാളുടെ അമ്മയില്ല. उसकी बहुत ही धुंधली सी याद उसके दिल में रह गई थी. ആ അമ്മയെ കുറിച്ചുള്ള ഒരു മങ്ങിയ ഓർമ്മ മാത്രമാണ് ഇദ്ദേഹത്തിന് മുമ്പിലുള്ളത്. वो बड़ी बड़ी सियाह आंखें, ആ അമ്മയുടെ വലിയ വലിയ കണ്ണുകൾ. पिस्तानों का कच्चा दूध, അമ്മിഞ്ഞ പാല്. उसके होंठों तक फैलता हुआ, അദ്ദേഹത്തിന് ആ ഒരു കുടിക്കുന്ന രംഗം. एक नरम गरम आगोश, ആ അമ്മയുടെ ചൂടുള്ള മടിത്തട്ടുകൾ. और उसके माँ के सीने पर हाथ रख के सो जाना, അമ്മയുടെ മടിത്തട്ടിൽ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുക എന്നുള്ളത്. മാക്കെ സീനെ പർ ഹാത്ത് രക്കർ സോ ജാന, അമ്മയുടെ നെഞ്ചകത്ത് കൈകൾ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക എന്നുള്ളത്.
ബസ് ഇത്തിരി സിയാത്തി, ഇത്ര മാത്രമാണ് അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ. രാഘവ് റാവുനെ ഉസ് സിkke को बड़ी मोहब्बत से चूमा और उसे एक तरफ रख दिया. അങ്ങനെ ആ നാണയത്തെ എടുത്തുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഒന്ന് ചുംബിച്ച് ആ നാണയം എടുത്തു വെച്ചു. എന്ന് വെച്ചാൽ അമ്മയെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മയാണ് ഇവിടെ. അദ്ദേഹം അമ്മയെ സ്മരിച്ചു, സ്മരിച്ചുകൊണ്ട് അത് മാറ്റി വെച്ചു എന്നർത്ഥം, ആ ഒരു നിമിഷങ്ങൾ. ഇനി അതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ അടുത്തൊരു നാണയം എടുത്തു. അതാണ് ആര്, ഈ ഉസ്ക ബാപ് ഥ, വീരയ്യ. അപ്പൊ ഇനി ഈ രണ്ടാം തരത്തിലുള്ള നാണയമാണ് ആര്, തന്റെ അച്ഛൻ ആയിട്ടുള്ള വീരയ്യാണ് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. അപ്പൊ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ പഠിച്ചത്, പേരുകൾ പഠിച്ചത്, ഒന്ന് രാഘവ് റാവ്, രണ്ടാമത് വീരയ്യ. ജോ ഉസ്കി മാ ഥി ഓർ ബാപ് ബി ഥ. ഇത് ഈ വീരയെ സംബന്ധിച്ച്, വീരയെ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, ഇയാളുടെ അമ്മയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ സ്ഥാനം കൂടി നോക്കുന്നത് ആരായിരുന്നു, അച്ഛനായിരുന്നു. ജോ ഉസ്കി മാം ഭി ഓർ ബാപ് ഭി ഥ. അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നു ആര്, ഇയാളുടെ അച്ഛനായിട്ടുള്ള വീരയ്യ. ദോസ് ബി ഥ ഓർ സാത്തി ഭി, രണ്ടും ഒരർത്ഥം തന്നെയാണ്, സുഹൃത്തായിരുന്നു. ഉസ്കെ ഷാന ഉസ്കെ സാത്ത് ഷാന ബഷാന ലഡ്നെ വാല ഭി ഥ. അദ്ദേഹത്തിന് ഷാന എന്ന തോള്, തോളോട് തോളൊരുമി എന്ത് ചെയ്യാണ്, ഈ കലഹിക്കുന്ന ആളുമായിരുന്നു, യുദ്ധം ചെയ്യുന്ന ആളുമായിരുന്നു, അദ്ദേഹത്തോടൊപ്പം തന്നെ ശ്രമിക്കുന്ന ആളുമായിരുന്നു. ഓർ ഗുരു ബീഥ, അദ്ദേഹത്തിന്റെ ഗുരുവുമായിരുന്നു. ചുരുക്കത്തിൽ ബഹുത് സി ഷഖ്സിയത്തെ വീരയ്യാമെ ആകെ ഇക്കട്ടി ഹോ ഗയി थी. ഇങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങളും പല മുഖങ്ങളും ബഹുമുഖങ്ങൾ എല്ലാം ഒത്തുചേർന്നതായിരുന്നു തന്റെ അച്ഛൻ. अच्छा होता अगर राघव राव को ये सब शख्सियतें अलग अलग मिलती. ഇതെത്ര നന്നായിരുന്നു, ഈ വ്യക്തിത്വങ്ങളൊക്കെ, ഈ രൂപത്തിലുള്ള ഈ എല്ലാ വ്യക്തിത്വങ്ങളും വെവ്വേറെ രൂപത്തിലാക്കി ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ. ഇതെല്ലാം ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്നാണ്. उनसे जिंदगी की ज्यादा दिलचस्पी गहरी और खूबसूरत हो जाती, मगर कुछ सिक्के समाज और माहौल के भी होते हैं. ഇനി അതുപോലെ തന്നെ സമൂഹം നൽകിയിട്ടുള്ള കുച്ച് സിക്കെ സമാജ് ഓർ മാഹോൽ ബി ഹോത്തെ ഹെ. ഇദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിലുള്ള കുറച്ച് നിമിഷങ്ങൾ അത് നമുക്ക് സംഭാവന നൽകിയിട്ടുള്ളത് സമൂഹമായിരിക്കും. ആ, സമാജ് ഓർ മാഹോൽ, മാഹോൽ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്, സമാജ് എന്ന സമൂഹം നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ജോ ലാ മുഹാല ജിന്ദഗി മേ കി മുട്ടി മേ ഡാൽ ദിയെ ജാത്തെ ഹെ. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ ഈ ഒരു സമൂഹം നൽകിയിട്ടുള്ള കുറച്ച് ജീവിതങ്ങളാണ്, കുറച്ച് നിമിഷങ്ങളാണ് മറ്റുള്ളത്. और इंसान को उन्हें अपने साथ लेकर अपनी किस्मत बदलना पड़ता है. മനുഷ്യന് ഈ സമൂഹത്തോടൊപ്പം തന്നെ നടന്നിട്ട്, ഈ ഒരു സമൂഹത്തോടൊപ്പം തന്നെ നടന്നിട്ട് തന്റെ ഭാഗ്യം അതിനെ മാറ്റിയെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ്, ജീവിതമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച്. ആ ഒരു സമയത്തെ കുറിച്ച് ഇയാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്, ഈ ഒരു സമയത്തെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ, ഈ സമൂഹത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അതിൽ നിന്നും അപ്പിനെ കിസ്മത്ത് ബദൽന പെടുത്താ ഹെ, നമുക്ക് നമ്മളുടെ രൂപം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും, സമൂഹത്തെയും മാറ്റിയെടുക്കാനാകും. ചുരുക്കത്തിൽ സമൂഹ ഒരു സമൂഹ ജീവി എന്നുള്ള നിലക്കും കുറെ ദൗത്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ എന്നുള്ളതിലേക്ക് വിരൽച്ചുകൊണ്ടേയാണ്. यानी ये बात के वीरया एक खेत मजदूर था, वो वट्टी था. ഇനി കുറച്ച് ഫിലോസഫിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാത്രം നോക്കാം. यानी ये बात के वीरया एक खेत मजदूर था. ഇയാളുടെ മുമ്പിൽ, ഇയാളുടെ ഈ വീരയ്യ ആരാണെന്നുള്ള പറഞ്ഞിട്ടില്ല, അച്ഛന്റെ പേര് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ये खेत मजदूर था, ഒരു വയൽ ഒരു തൊഴിലാളിയാണ്, ഒരു കൂലി തൊഴിലാളിയാണ് വയലിലെ, എന്നുവെച്ചാൽ കൃഷിപ്പണിക്കാരനാണ്. വട്ടി ഥ, ഒരു അടിമയാണ്. ഇസ് ഖദർ ഗരീബ് ഥ കി ദൂസരി ഷാദി ന കർ സക്താ ഥ. ഇവന്റെ അമ്മ അഥവാ വീരികയുടെ ഭാര്യ മകന്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചെങ്കിലും മറ്റൊരു കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അത്രയും പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്, വീരയ്യ എന്നുള്ളത്. ഒരു അടിമയാണെന്ന് പറഞ്ഞാല് ആ രൂപത്തില് എന്ന് വെച്ചാൽ അത്രയും പാവപ്പെട്ട വെറും ഒരു കൂലി തൊഴിലാളി പോലെയാണ് ആര്, നമ്മളുടെ വീരയ്യ ഉള്ളത്. വോ അപ്പനെ ബച്ചേക്കു മസ്ദൂർ കിസാൻ, രണ്ട് പദങ്ങൾ ഉണ്ടാവുക. ഒന്ന് കിസാൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൂമിയുള്ള, ആ ഭൂമി സ്വന്തമായുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് കിസാൻ എന്നറിയാം. മസ്ദൂർ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരൻ, അയാൾക്ക് ഭൂമി ഉണ്ടാവില്ല, അയാൾ എന്ത് ചെയ്യുമ്പോൾ പണി ഉണ്ടാവുള്ളൂ. ആ അപ്പോ അയാൾ മറ്റുള്ള ആളുകളുടെ സ്ഥലത്താണ് കൃഷി ചെയ്യാറുള്ളത്. വോ അപ്പനെ ബച്ചേക്കോ സ്കൂൾ മേ ഭേജ് ന സക്താ ഥാ. അപ്പൊ ഇയാൾ എന്താണ്, ഒരു മസ്ദൂറാണ്. വോ അപ്പനെ ബച്ചേക്കോ സ്കൂൾ മേ ഭേജ് ന സക്താ ഥാ. അയാൾ തന്റെ മകനെ
കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇൻ ബാത്തോ സെ ഇൻ ബാത്തോനെ ഉസെ അപ്നെ बच्चे का स्कूल उसकी माँ और उसका साथी बना दिया तो इसमें क्या कसूर है. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥകളില്, ഈ ഒരു സാഹചര്യത്തില് वो एक गरीब है, वट्टी है, मजदूर है और उसके पास कोई पैसा नहीं है. ऐसे में वो कोई शादी नहीं कर सका, दूसरी शादी नहीं कर सका. पैसे में वो अपने बच्चे को स्कूल भी भेज नहीं सकता था. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആകുമ്പോ പിന്നെ രക്ഷ എന്താണ്? अपने बच्चे का स्कूल उसके माँ बाप और उसका साथी बना दिया तो ഈ എല്ലാം ഞാൻ തന്നെ ആയി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ രാഘവറാവു തന്നെയായിരുന്നു ഈ റോളുകളൊക്കെ നിർവഹിച്ചിരുന്നത്. എന്ന് വെച്ചാല് ഈ രാഘവറാവുവിന് തന്റെ മകനെ സ്കൂളിലേക്ക് അയക്കാനോ മറ്റോ ഒന്നുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ആവുമ്പോഴാണ് ഇയാളെ കൂടെ കൂട്ടിയത് മാത്രം. राव ने इस सिक्के को उलट पलट के देखा जिस पर उसके बाप की शबीह थी. അപ്പോ അപ്പൊ ഈ ഒരു നാണയം, ഈ ഒരു അച്ഛൻ എന്നുള്ള ഈ ഒരു നാണയത്തെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ച് നോക്കുകയാണ്. അദ്ദേഹം അതെന്ത് ചെയ്തു? അതിൽ ഉസ്കെ ബാക്കി ഷബീ, അച്ഛന്റെ ആ ഒരു ഛായ ചിത്രം അതിൽ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹം. വീരിയൊക്കെ ബദൽ ഘട്ടാ ഹുവാത്ത, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഘട്ട എന്ന് പറഞ്ഞാൽ ഘട്ട എന്ന് അറിയില്ല, മീൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു ശരീരമായിരുന്നു വീരിയായിട്ട്. ഉസ്ക സർ മുണ്ടാ ഹുവാത്ത, അദ്ദേഹത്തിന്റെ തല മുണ്ടനം ചെയ്തതാണെന്ന് പറഞ്ഞാല് തലയൊക്കെ തലയിലൊന്നും മുടിയില്ല, അതിൽ നിന്ന് മുട്ടയടിച്ചതാണ് നടന്നത്. ഉസ്കി ആംഖേ ചോട്ടി ചോട്ടി थी, കണ്ണുകൾ ചെറുതാണ്. ഉസ്കെ പാവ് നംഗെ ഓർ സ്യാഹ് ഓർ ബെഹദ് മസ്ബൂത്ത് थे, അദ്ദേഹത്തിന്റെ കാലുകൾ നഗ്നപാതീയനാണ്, കാലുകളിലൊന്നുമില്ല, ചെരുപ്പില്ല, പക്ഷെ എന്നിട്ട് നല്ല സ്ട്രോങ് ആണ്. ഉസ്കെ പാവം കോ ജൂതോं की जरूरत नहीं थी, ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ പാദങ്ങൾക്ക് ചെരുപ്പിന് ആവശ്യം പോലും ഇല്ലായിരുന്നു. बड़े होकर राघव राव के पाव भी ऐसे ही हो गए थे. ഈ രാഘവ റാവു വലുതായപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. രാഘവ റാവുവിനും കാലുകൾക്ക് എന്തുണ്ട്, ചെരുപ്പിന് ആവശ്യമില്ലായിരുന്നു. രാഘവ റാവുവിനെ अपने पावों की तरफ देखना चाहा. അങ്ങനെ രാഘവ റാവു തന്റെ കാലുകളിലേക്ക് ഒന്ന് എടുത്ത് നോക്കാണ്. लेकिन वो डंडा बेड़ी में मजबूती से बंधे हुए थे. അപ്പം നോക്കുമ്പോൾ ശരിക്കും അയാൾക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അയാളുടെ കാലുകളും കൈകളും ഒക്കെ എന്താണ്, ഇങ്ങനെയുള്ള ഈ ഡണ്ടാ ബേഡി എന്ന് വെച്ചാൽ ചങ്ങലകൾ കൊണ്ടും മറ്റും ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇയാൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ആഹിസസ് മുസ്കുരായ, പതുക്കെ പതുക്കെ ഇയാൾ പുഞ്ചിരിക്കാൻ തുടങ്ങി. വീരയ്യാനെ രാഘവ റാവു സഖ്ത് ജാൻ ബനാ ദിയ ഥാ. ഈ വീരയ്യ തന്റെ മകനെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, പേഴ്സണാലിറ്റി ആയിട്ടായിരുന്നു വളർത്തിയിരുന്നത്. ക്യോങ്കി വോ ഉസ്സെ ഏക് മാ കി തരഹ നഹീ പാൽ സക്താ ഥാ. ഒരു അമ്മയെ പോലെ വളർത്താൻ വീരയ്ക്ക് സാധിക്കുമായിരുന്നില്ല മകനെ. हालांकि एक खेत मजदूर की माँ भी अपने बच्चे को माँ की तरह नहीं पाल सकती थी. ചുരുക്കത്തിൽ ഒരു ഖേത് മസ്ദൂർ, ഒരു വയൽ തൊഴിലാളി, ഒരു വയലിൽ കൃഷി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അയാളുടെ അമ്മയെ ഖേത് മസ്ദൂർ കി മാ, ഒരു വയൽ, ഒരു കർഷക തൊഴിലാളി, അയാളുടെ ഒരു കർഷക തൊഴിലാളിയുടെ മകനെ അവരുടെ അമ്മക്ക്, എന്ന് വെച്ചാല് ഒരു കർഷക തൊഴിലാളിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. അപ്പോ അങ്ങനെയുള്ള ഒരാളുടെ മകനെ അമ്മക്ക് പോലും എന്താണ്, സ്വന്തം ഒരു മകൻ എന്താണ് ഒരു നല്ല രൂപത്തിൽ വളർത്താൻ സാധിക്കൂല. കാരണം എന്താ വെച്ചാൽ അതിനെ ആ ഒരു മകന് വേണ്ടി ചെലവാക്കാനുള്ള പൈസയോ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ വളർത്താൻ ആർക്ക് കഴിയില്ല, ഒരു കർഷക തൊഴിലാളിയുടെ കുടുംബത്തിന് സാധിക്കില്ല. और वीरे या तो जिंदगी में सुबह से शाम तक मशक्कत ही मशक्कत करनी पड़ी. വീരയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ സുബാസെ ഷാം തക് മഷക്കത്ത് ഹി മഷക്കത്ത്, തക്ലീഫ് ഹി തക്ലീഫ് മീൻസ് കർണിപ്പടി, അദ്ദേഹത്തിന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ക്യോങ്കി ഉസ്കി അപ്നി ജമീൻ നഹീ ഥി, കാരണം എന്താണ്? വീരയ്ക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. ജയ്സെ രാംലു രംഗുഡു സോമപ്പ കെ പാസ് ജമീൻ നഹീ ഥി, ഏതുപോലെയാണ് രാംലുവിനും രംഗഡുവിനും സോമപ്പൊക്കൊന്നും ഭൂമിയില്ല എന്നതുപോലെ തന്നെ. ജയ്സെ ഉസ്കെ ഗാവ് ശ്രീപുരം കെ ബഹുത് സെ കിസാനോ കെ പാസ് ജമീൻ നഹീ ഥി, ഏതുപോലെയാണ് ആ ഒരു ഇയാളുടെ ഗ്രാമമായുള്ള ശ്രീപുരം, ഈ ശ്രീപുരത്തിലെ ധാരാളം ആളുകൾക്ക് ഭൂമിയില്ലെന്നതുപോലെ തന്നെ ഈ വീരയ്യക്കും ഭൂമിയില്ലായിരുന്നു. ജമീന്ദാർ കി ജമീൻ ഥി,
ഈ ഭൂമിയൊക്കെ ആരുടേതാണ്? പിന്നെ ജമ്മിയുടേതാണ്. ഓ ലോക് ജമീന്ദാർക്ക് ഖേത് പർ മസ്ദൂർ थे. ഇവരൊക്കെ ഈ ജമ്മിയുടെ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. ഉസ്കെ വട്ടിയിലെ ചുരുക്കത്തിൽ ഈ ജമ്മിയിലെ വട്ടികളാണെന്ന് വെച്ചാൽ അടിമകളാണ്. ഉസ്കെ ഗവാലെ थे और उसके घोड़े थे और वक्त पड़ने पर उसके मुर्गे भी होते थे, मुर्गे भी थे. എന്ന് വെച്ചാൽ ഇയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാമായിരുന്നു. മീൻ ജമ്മി ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു അതൊക്കെയായിരുന്നു ഇവർ. എന്ന് വെച്ചാൽ ജമ്മി എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യാൻ ഇവര് നിർബന്ധിതരായിരുന്നു എന്നർത്ഥം. ഉം. അപ്പോ ഗോഡേൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴുതിയായിരുന്നു വെച്ചാൽ ഭാരം ഏറ്റുന്ന ആളായിരുന്നു. ഭക്ത് പറഞ്ഞപ്പോൾ മുറുകെ ബീച്ച് എന്ന് പറഞ്ഞാൽ കോഴിയായിരുന്നു വെച്ചാൽ എന്താണ് ഇവർക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന കൽപ്പിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു ആര്? ഈ വട്ടികള് അഥവാ ഈ ഒരു വീരയെ പോലെയുള്ള ആളുകള്. ഓർ അപ്പനി ബഹു ബേട്ടിയൊക്കെ ദല്ലാൾ പിറ്റി. ഇതിനപ്പുറം സ്വന്തം മക്കളുടെ ദല്ലാൾമാർ കൂടിയായിരുന്നു വെച്ചാൽ എന്താ പറയുക, സ്വന്തം മക്കളെ വിൽപ്പന നടത്തുന്നുള്ള ബ്രോക്കർമാർ കൂടിയായിരുന്നു വെച്ചാല് ഏത് മോശം കാര്യത്തിനും മക്കളെ പോലും വിട്ടുകൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ എന്ത് ചെയ്തിരുന്നു? നിർബന്ധിതരായിരുന്നു വെച്ചാൽ ഇവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. ഇവിടെ കൽപ്പിക്കപ്പെട്ട നോ എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്കില്ലായിരുന്നു. जब एक आदमी को अपनी जिंदगी बिताने के लिए इतना कुछ करना पड़े, वो अगर अपने बेटे को सख्त जान नहीं बनाएगा तो समझो कि वो अपने बेटे से गद्दारी करेगा. जब एक आदमी को अपनी जिंदगी बिताने के लिए ഒരാൾക്ക് അയാളുടെ ജീവിതം കഴിച്ചു കൂട്ടാൻ ഇतना कुछ करना पड़े, ഇങ്ങനെയൊക്കെ സ്വന്തം മക്കളെ പോലും വിൽപ്പന നടത്താൻ അവരുടെ ഇസ്സത്ത് അഭിമാനം പോലും വിൽക്കാൻ ഇവർ നിർബന്ധിതരാകുന്നുണ്ട് എങ്കിൽ പിന്നെ അയാളുടെ മകൻ എങ്ങനെ വളർത്തണം? സഖ്ത് ജാനിനെ ബനാദിയെ ഹോത്തേതോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ तो समझो कि वो अपने बेटे के साथ गद्दारी करेगा. അങ്ങനെ ഈ കഷ്ടപ്പാടുകളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരുവാനൊന്നും അനുവദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വളർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യുന്നത് ഇയാളുടെ മകനോട് ചെയ്യുന്ന ഗദ്ദാരി വഞ്ചനയായിരിക്കും. ലേക്കിൻ വീരിയ ഓർ സബ് കുച്ച് താ. പക്ഷേ വീരിയ ഇത് മാത്രമായിരുന്നില്ല, ഇതിലപ്പുറം കുറച്ചായിരുന്നു. എന്ന് വെച്ചാൽ മകനെ സ്ട്രോങ് ആയിട്ടാണ് വളർത്തിയത്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളായിട്ടാണ് വളർത്തിയത്. ലേക്കിൻ വീരിയ ഓർ സബ് കുച്ച് താ, ഇതിലും അപ്പുറം പലതുമായിരുന്നു വീരിയ. വോ എക് ഗദ്ദാർ ബാപ് നഹി താ, ഒരിക്കലും അദ്ദേഹം ഒരു വഞ്ചകനായ പിതാവായിരുന്നു ആഗ്രഹിച്ചില്ല, ആയിരുന്നില്ല. इसीलिए राघव राव ने बचपन से ही भूखा रहना, नंगे घूमना और भूखे नंगे रहकर जिंदगी के बेरस फलों से किसी न किसी तरह थोड़ा सा रस खींच लेना सीख लिया था. അതുകൊണ്ട് തന്നെ രാഘവറാവു ചെറുപ്പത്തിലെ ബച്പൻ സെ ഹി ഭൂക്കാ രഹന, വിശന്ന് നിൽക്കാനും നംഗെ ഘൂംന, നഗ്നനായി എന്ന് വെച്ചാൽ ഒന്നും ധരിക്കാനില്ലാതെ ഇയാൾക്ക് എന്ത് ചെയ്തു? കറങ്ങാനും നടക്കാനും അതുപോലെ എന്ത് ചെയ്തു? ഭൂക്കെ നംഗെ രഹക്കർ, കഴിക്കാനും അതുപോലെ എന്താണ് ധരിക്കാനും ഒന്നുമില്ലാതെ ജീവിക്കാനും. ബേരസ് ഫലോ സെ കിസി ന കിസി തര തോടാ സ രസ് ഖീഞ്ച് ലേന. ഈ രസ് ഫലം എന്ന് പറഞ്ഞാല് അതിനുള്ള രുചിയില്ലാത്ത ഭക്ഷണങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പോലും രുചി കണ്ടെത്താനും സാധിക്കുന്ന വെച്ചാൽ ഏതൊരു പ്രതിസന്ധി സാഹചര്യത്തെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരാളായി മാറി. ഉസ് ജ്യാദ ഉസ്മേ സമജ് നഥി ഈ അതിനപ്പുറം ഇയാൾക്കൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല, അയാൾക്കൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെയാ. ഷായദ് ബീസ് മഗർ സമാജ് കി സിക്കെ ഇസ് ഖദർ കോട്ടെ थे ഉസ്കി തമന്നാओं के बाजार में देर तक न चल सके. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു നാണയം എന്ന് വെച്ചാൽ ഇയാളുടെ ഈ അച്ഛൻ ഇയാളെ ശീലിപ്പിച്ചത്. मसलन उसे ठीक तरह से याद तक न था, लेकिन उस बात का मासूम सा तस्वुर उसके दिल में था जब वो बहुत छोटा था. ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു ഓർമ്മയില്ല, അതിനുള്ള മങ്ങിയ ഓർമ്മകളാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ആ മസല ഉसे ठीक तरह से याद भी नहीं था, മുഴുവനായിട്ട് ഓർമ്മ പോലും ഇല്ല. ലേക്കിൻ ഇസ് ബാത് സെ മൗഹൂം സ തസ്വൂർ, ഒരു മങ്ങിയ ഒരു രൂപത്തിലുള്ള ഒരു ഓർമ്മയാണ്
उसके दिल में था, ഇത് മനസ്സിലുള്ളത്. जबकि वो बहुत छोटा था, അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ കുറിച്ച് കൊണ്ടൊക്കെയുള്ള. और जनवरी के महीने में सुबह के वक्त भी बिस्तर पर पड़ा रहना चाहता था. ജനുവരി, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ടാവുന്ന കാലമാണ്. അപ്പൊ ആ ഒരു മാസത്തിൽ സുബാക്കെ വക്ത് ഭി ബിസ്സർ പർ പടാ രഹ്നാ ചാഹതാ താ, ഇയാൾ കുറച്ചുകൂടിയൊക്കെ നേരം കടന്നുറങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു തണുപ്പ് കാലത്ത് കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് എണീക്കാം എന്നൊക്കെ ഇയാൾ ആഗ്രഹിച്ചിരുന്നു. जब उसका जिस्म अभी ഗണ്ടോ നീന്ത് കാ താരിഫ് ഹോത്താ താ, കുറച്ചുകൂടി ഒന്ന് കൂടുതൽ ഉറങ്ങണം, ഘണ്ടോ മണിക്കൂറുകൾ, നീന്ത് കാ താരിഫ് ഹോത്താ താ, ഇയാൾക്ക് ഉറക്കം വരുന്നുണ്ട് എങ്കിലും, താരിഫ് എന്ന് പറഞ്ഞാൽ ആവശ്യം, എന്നുവെച്ചാൽ ഉറക്കം വരുന്നുണ്ട് എങ്കിലും, ഉസ് വക്ത് उसका बाप उसे अपनी पीठ में बांध कर जमींदार के रोटी के खेतों में काम करने के लिए चल देता. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു തണുപ്പ് സമയത്ത് പോലും ഇയാൾ എന്ത് ചെയ്യും, അതിന് പീട്ടുമേ, അദ്ദേഹത്തിന്റെ പുറത്ത് ഈ മകനെയും കെട്ടിയിട്ട് എന്ത് ചെയ്യും, ബാന്ധിക്കർ ജമീന്ദാർക്ക് റോട്ടിക്ക് ഖേത്തോമേ, ഈ ജമ്മിയുടെ ഈ ഒരു വയലിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ പോകുമായിരുന്നു. രാഘവ് റാവു ഗണ്ടോ രോത്താരഹ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യും, മണിക്കൂറുകളോളം രാഘവ റാവുവിന് താല്പര്യം ഉണ്ടായിട്ടില്ലല്ലോ. രാഘവ റാവുവിനെ കൊണ്ട് വീരിയെ പോവുകയാണ്. അപ്പൊ മണിക്കൂറുകളോളം राघव राव കരയും. घंटों उसका बाप अपने रोते हुए बच्चे को पीठ में लादे पसीने में शराब और खेतों से रोई के फूल जमा करता रहता. മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ അച്ഛൻ അഥവാ വീരയ്യ अपने रोते हुए बच्चे को, ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മകനെ പീഠ पर लादे, പുറത്ത് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആ പസീനമേ ഷറാബോർ ഖേത്തോമേ. അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ വിയർപ്പിൽ കുടിക്കുന്ന, അപ്പൊ ഇയാളിങ്ങനെ അധ്വാനിക്കുകയാണ് അവിടെ പാടത്തു നിന്നുകൊണ്ട്. അപ്പൊ രൂയിക്ക് ഫലമൊക്കെ ജമാ കർത്തത്, അവിടെ ചെന്നിട്ട് ഇയാള് ഈ രൂയിക്ക് അവിടെ അവിടെ ചെന്നിട്ട് ഇയാള് ഈ രൂയിയുടെ എന്ത് ചെയ്യാണ്, അതിലെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഉം, ഉം, ജമാ കർത്ത, അതൊക്കെ ശേഖരിക്കുന്നതായിരുന്നു. हत्ता के बच्चे को रो रो कर खामोश हो जाना सीख लिया था. ബച്ചെ ചുരുക്കത്തില് ഇയാളെന്ത് ചെയ്തു, ഇയാളുടെ ഈ മകൻ രോ രോക സോ ജാന സീഖ് ലിയാ था. ഈ ഒരു പരുത്തി എന്നാണ് രൂയി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ ഈ അങ്ങനെ ആ ഒരു സമയത്ത് പോലും എന്താണ്, ഈ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങാൻ പഠിച്ചിരുന്നു. എന്ന് വെച്ചാല് നോക്കാൻ ആരുമില്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആര്, ഈ രാഘവ റാവു വളർന്നത്. നോക്കുന്നത് ഈ രൂപത്തിലാണ്. ഇവന്റെ കരച്ചിൽ മാറ്റാൻ അച്ഛന് നേരമില്ല. खामोश हो जाना सीख लिया था. दूध की जगह अन्नम और घोंग गोरा के पत्तों की चटनी खाना सीख लिया था. അപ്പോ ഇയാള് ദൂത് കി ജഗ, ചെറുപ്പത്തിലാണല്ലോ, അപ്പൊ ഇയാൾക്ക് പാല്, പശുവിന്റെ പാലും മറ്റും കിട്ടിക്കൊണ്ട് വളരാനുള്ള ആ ഒരു പ്രായമാണ് എങ്കിലും ഇദ്ദേഹത്തിന് അതൊന്നും ലഭ്യമല്ല. അന്നം ഓർ ഗോങ് ഗോരാക്കെ പത്തോങ്കി ചട്നി ഖാന സീഖ് ലിയാ താ. ഇയാള് ചോറും അല്ലെങ്കിൽ എന്താണ് അന്നം ഭക്ഷണവും അനുസരിച്ച് ചോറും കാര്യങ്ങളൊക്കെ, അന്നം എന്ന് പറഞ്ഞാല് തെലുഗുര് ഭക്ഷണം എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ചോറ് എന്നുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ചോറ്, അതുപോലെ തന്നെ ഗോങ്കോര എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇലകളുടെ കറികളും അല്ലെങ്കിൽ അതിന്റെ ചട്നി, ഇങ്ങനെയുള്ളതൊക്കെ തിന്നാൻ ശീലിച്ചായിരുന്നു. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടാനില്ല. അപ്പനെ ഹാത്തോസ് റോട്ടി പക്കാന സീഖ് ലിയ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ കൈകൾ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ പഠിച്ചിരുന്നു. एक लंबे अरसे के लिए जब तक उसे खेतों में काम करना नहीं आया, वो अपने बाप के लिए खुद रोटी पकाकर खेतों में ले जाता रहा. ഒരു കാലത്തോളം ഇയാൾ എന്ത് ചെയ്തു, സ്വന്തമായി പാടത്ത് പോയി അധ്വാനിക്കാൻ ആവുന്നത് വരെ ഇയാൾ എന്ത് ചെയ്തു, एक लंबे अरसे तक जब तक उसे खेतों में काम करना नहीं आया, वो अपने बाप के लिए അയാളെ അച്ഛന് വേണ്ടിയിട്ട് खुद रोटी पकाकर खेतों में ले जाता रहा. അച്ഛന് വേണ്ടിയിട്ട് സ്വന്തം റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛന് വേണ്ടി കൊണ്ടു കൊടുക്കുമായിരുന്നു. ഈ बहुत मुश्किल न था. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, മകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമില്ലായിരുന്നു.
पहले तो वो बाजरे को चावलों की तरह പാനി में ഉബാൽ लेता ആദ്യമൊക്കെ ഇയാൾ എന്ത് ചെയ്തു ഈ ബാജറ അതിനെ എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് ഉബാലിനെ തിളപ്പിക്കുമായിരുന്നു. പിന്നെ തോടി സി ചട്നി പീസ് ലേത്ത പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കും. പീസിനെ എന്ന് പറഞ്ഞാൽ പൊടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അരക്കുക എന്നുള്ളത് പീസിനെ എന്ന് പറയാം. ഈ അരച്ചെടുക്കും അങ്ങനെ. फिर वो दोनों दोनों को केले के पत्ते में ലപേട്ട് കർ ഖേത്തോ മേ അപ്പനെ ബാപ് കെ പാസ് ലേ ജാത്ത പിന്നെ ഇത് എടുത്തുകൊണ്ട് നീ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കും. ഒരു കേലയ്ക്ക് പത്തണ വാഴയിലെ ജഹാ കബി കബി ജമീന്ദാർ കെ ഘർ സെ ലസ്സി ആ ജാത്തി. അപ്പൊ അപ്പോഴേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഈ ജമ്മിയുടെ വീട്ടിൽ നിന്നും ഇയാളുടെ അടുത്തേക്ക് ചിലപ്പോൾ ലസ്സി മോര് കൊണ്ടുവന്ന് കൊടുക്കും. ലസ്സി ഓർ ചട്നി കെ സാത്ത് അന്നം ഖാക്കെ തകെ ഹുയെ ബാസുओं में ഖുവ്വത്ത് ആ ജാത്തി. അപ്പൊ ഈ ലസ്സി ചട്നി ഇതോടൊപ്പം ഈ ഇങ്ങനെയുള്ള ഈ ഒരു ഭക്ഷണം ഇത് കഴിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ഇവർക്ക് ശരീരത്തിലൊക്കെ ചെറിയൊരു പുഷ്ടി, ഒരു ആരോഗ്യം കൈകളിലൊക്കെ ഒന്ന് വരും. ഓർ വീരിയ ഖേതോं से फसल काटने लगते हैं. പിന്നെ ഇത് കഴിച്ച് വീരിയ വീണ്ടും എന്ത് ചെയ്യും, എന്ന് വെച്ചാൽ ഫസ്റ്റ് ധാന്യങ്ങളൊക്കെ കൊയ്യാൻ തുടങ്ങും. और राघव റാവു കാട്ടി ഹുയി ഫസ്ൽ കോ ഇക്കട്ട കർനെ ലഗ്ത. അങ്ങനെ ഇങ്ങനെ വെട്ടിവെച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ നെല്ല് ധാന്യങ്ങളെ ഇയാൾ എടുത്തുകൊണ്ട് ഒക്കെ ഇക്കട്ട കർനെ ലഗ്ത ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങും. फिर वो दिन भी आ गया जब राघव राव ने बीज बोना फसल काटना और दोनों से महरूम रहना सीख लिया. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇയാളെ വലുതായി. അങ്ങനെ എന്ത് ചെയ്തു, ഇയാള് പഠിച്ചു കഴിഞ്ഞത് ബീജ് പോലെ എങ്ങനെയാണ് വിത്ത് വിതയ്ക്കേണ്ടത്, എങ്ങനെയാണ് കൊയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ദോനോസെ മഹ്റൂം രഹ്നബി സീഖിയ. ഇവര് വിതക്കുന്നു, കൊയ്യുന്നു, വളർത്തുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ഇതെല്ലാം അന്യമായി നിൽക്കുന്ന സാഹചര്യം ഇവർക്ക് തന്നെ കാണേണ്ടി വന്നു, ജീവിക്കേണ്ടി വന്നു. ആ ഒരു എല്ലാം ഇയാളെ പഠിച്ചു എന്ന് വെച്ചാൽ ഇവർ അധ്വാനിക്കുന്നു, ഫലം മറ്റൊരാളെ കൊണ്ടുപോകുന്നു. ഇത് മുഴുവൻ ഇയാൾക്ക് പഠിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കണ്ടു നിൽക്കേണ്ടി വന്നു. അപ്പൊ വോ പൂര ഖേത് മസ്ദൂർ ബൻ ഗയ. ചുരുക്കത്തിൽ ഇയാളും ഇപ്പൊ എന്ത് ചെയ്തു, പൂർണ്ണമായും ഒരു കൃഷിയിടത്തിലെ ഒരു കർഷകനായി മാറി. और उसकी तालीम मुकम्मल हो गई. അതോടുകൂടി അയാളുടെ പഠനം പൂർത്തിയായി. और उसके वट्टी बाप ने बड़े फख्र से अपने वट्टी बेटे की तरफ देखा. ചുരുക്കത്തില് ഇയാളുടെ ഒരു അടിമയായിട്ടുള്ള അച്ഛൻ അടിമയായിട്ടുള്ള മകനിലേക്ക് ഇവിടെ ഫഹ്റസ് ഒരു അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. മോനപ്പം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചല്ലോ എന്നുള്ള ആ ഒരു അന്തസ്സോട് കൂടിയാണ് ഇപ്പോ അച്ഛൻ മകനെ നോക്കുന്നത്. ജയ്സെ ഏതുപോലെയാണ് ബോജിയുടെ ധോനെ വര ഗദ്ദ, ഒരു കഴുത, ഭാരം ചുമക്കുന്ന കഴുത. ബടെ പ്യാർ സെ അപ്പനെ ഭോജ് ഡോനെ വരെ ഗദ്ദെ ബേട്ടയ്ക്ക് തറഫ് ദേഖ്താ ഹെ. ആ ഭാരം എടുക്കാൻ പഠിച്ചിട്ടുള്ള മകൻ ആയുള്ള കഴുതയെ എങ്ങനെയാണോ കാണുന്നത്, നോക്കുന്നത്, ഫഹ്റസെ ദേഖ്തേ ഹെ, അഭിമാനത്തോടുകൂടി കാണുന്നത് അതുപോലെ. ഇനി ബാപ് കാ പ്യാർ ഉസീ മേ ഥാ കെ ബേട്ടെ കാ ബോജ് കം കർ ദേ. അപ്പൊ അച്ഛന് മകനോടുള്ള സ്നേഹം കാണിക്കൽ എങ്ങനെയാണ്, ആ ഭാരം അതിൽ നിന്നും കുറച്ച് അല്പം അച്ഛനേറ്റിയിട്ട് മകന് കുറച്ച് ഭാരം കുറച്ച് കൊടുത്തിട്ടാണല്ലോ. അതുപോലെ बाप का प्यार उसमें था कि बेटे का बोझ जरा कम कर दे, और बेटे का प्यार उसमें है कि वो बाप के बोझ को अपने ऊपर ले ले. അച്ഛനും മകനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം കുറച്ച് കൊടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തി. ഓർ ജമീന്ദാർക്ക് ധന്ദ. ഈ സമയത്ത് ജമ്മി എന്താണ് ചിന്തിക്കുക, അയാളുടെ ധന്ദ, അയാളുടെ ബിസിനസ് എന്താണ്, ഉസ്മെ ഹേ കെ വോ ദോനോ പർ ആഹിസ്ത ആഹിസ്ത ബോജ് ബടാത്താ ജായേ. എങ്ങനെയൊക്കെ ഭാരം കൂടുതൽ ഇവരുടെ ചുമലിലേക്ക് ഇട്ടുകൊടുക്കാം എന്നുള്ള ശ്രമമാണ് ജമ്മി നടത്തുന്നത്. राघव राव ने उस सिक्के को उलट पलट कर पलट के फिर देखा. कितनी ही बातें उसमें और उसके बाप में मुश्तरक थी. അപ്പോ രാഘവ റാവു ഈ അച്ഛനെ കുറിച്ചുകൊണ്ടുള്ള അച്ഛനുള്ള ഈ നാണയം എന്ന് വെച്ചാൽ ഈ അച്ഛനെ കുറിച്ചുള്ള നിമിഷങ്ങളെ കുറിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുകയാണ്. കിത്നി ഹി ബാത്തെ ഉസ്മേ ഓർ ഉസ്കെ ബാപ്പ് മേ മുഷ്തരിക് ഥി. അദ്ദേഹത്തിന്റെ അച്ഛനിലും അദ്ദേഹത്തിനും ധാരാളം കാര്യങ്ങൾ മുഷ്തരിക് എന്ന് പറഞ്ഞ സമാനതയുള്ളതാണ്. ബാപ് കാ ഖദ് എന്ന് വെച്ചാൽ അച്ഛന്റെ പൊക്കം, ഉയരം. ബാപ് കാ രംഗ് അച്ഛന്റെ നിറം. ബാപ് കി ഗരീബി അച്ഛന്റെ ദാരിദ്ര്യം. वो कद और रंग तो बदल सकता था, रंग तो बदल न बदल सकता था. അച്ഛന്റെ ഉയരവും കളറൊന്നും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. പിന്നെ അച്ഛന്റെ ഇയാളുടെ നമ്മളുടെ കളറുള്ള സാമ്യം അത് ഇയാൾക്ക് മാറ്റാൻ പറ്റുന്ന ഇയാളുടെ കയ്യിലുള്ളതല്ല.
न उन बातों की उसमें कोई ख्വാഹിഷ് थी ഇതൊന്നും മാറ്റണം എന്ന് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ആഗ്രഹമില്ല ആർക്കും മകനും ആഗ്രഹം ഉണ്ടായിരുന്നില്ല लेकिन वो अपनी गरीबी को उससे जरूर उसने जरूर बदलना चाहा പക്ഷെ ഈ ഒരു അച്ഛൻ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യത്തിൽ നിന്നും അച്ഛനെ മോചിതനാക്കണം എന്ന് അദ്ദേഹം നല്ല താല്പര്യം ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു और ये ख्वाहिश कोई नौजवानी के आलम में नहीं ഇത് ഇയാളുടെ ഒരു യുവത്വത്തിലുള്ള ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല बहुत पहले बचपन के ही दिनों में पैदा हुई थी ഈ ഒരു ആഗ്രഹം ഇയാൾ രൂപപ്പെട്ടത് ഇയാളുടെ ചെറുപ്പകാലത്ത് തന്നെയാണ് जब उसने कुछ बच्चों को स्कूल जाते हुए देखा था എപ്പോഴാണ് ഇയാളുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഇയാളുടെ പ്രായക്കാരായിട്ടുള്ള കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടത് किताबें और स्कूल और उजले कपड़े उन चीजों को हासिल करने और उन्हें छूने और उन्हें प्यार करने का शदीद तरीन जज्बा उसके दिल में उभर आया അപ്പൊ ആ ഒരു സമയത്ത് ഈ കിതാബ് പുസ്തകങ്ങള് സ്കൂൾ ഓർ ഉജ്ജലെ കപ്പടെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു ചീസോക്ക് ഹാസിൽ കർണെ അപ്പൊ ഇങ്ങനെയുള്ള ബുക്കുകൾ വാങ്ങിക്കാനും നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കാനും സ്കൂളിലേക്ക് പോകാനൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉനെ ഛൂനെ ആ ബുക്കുകളൊക്കെ ഒന്ന് തൊടാന് അതുപോലെ ഉനെ പ്യാർ കർണെ ഷദീദ് ഹിസ്സ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളൊക്കെ ഇയാളുടെ മനസ്സുകളിൽ വന്നപ്പോ ഉസ്കെ ദിൽ മേ ഉബറായ ഇയാളുടെ മനസ്സുകളിലൊക്കെ കയറി വന്നു मगर वीरया ने जल्द ही अपने को समझा लिया कि ऐसा होना नामुमकिन है അപ്പോഴേക്ക് തന്നെ വീരയ്യ ഇയാളെ ഈ മകന് രാഘവ റാവുവിനെ മനസ്സിലാക്കി കൊടുത്തിരുന്നത് ഇതൊന്നും നിന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നു നാമുംകിൻ ഹെ കാരണം എന്താണ് വട്ടി കാലെടുക്ക വട്ടി ഹോത്താഹെ ഒരു അടിമയുടെ മകൻ അടിമയെ ആകൂ ജയ്സെ ജമീന്ദാർ കാലെടുക്ക ജമീന്ദാർ ഹോത്താഹെ എങ്ങനെയാണ് ഒരു ജമ്മിയുടെ മകൻ ജമ്മിയാകുന്നത് അതുപോലെ നമ്പർദാർ കാലെടുക്ക നമ്പർദാർ ഹോത്താഹെ അപ്പൊ അങ്ങനെയുള്ള ഓരോ തൊഴിലിനും അനുസരിച്ച് ഓരോ ആളുകൾക്കും ഓരോ വർഗത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും അവർ ആ വർഗത്തിൽ ഉള്ള ആളുകളെ ആകുള്ളൂ ആ വർഗത്തിനനുസരിച്ച് ജോലി അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അവരെത്ര ശ്രമിച്ചാലും പുരോഹിത് കാലെടുക്ക പുരോഹിത് ഹോത്തായ പുരോഹിതന്റെ മകൻ പുരോഹിതനാകുന്നത് പോലെ തന്നെ ഒരു വട്ടിയുടെ മകന് വട്ടിയാകാൻ സാധിക്കും അതിലപ്പുറം ഒന്നും ആകാൻ സാധിക്കില്ല എന്ന് വീരി അവനെ മനസ്സിലാക്കി കൊടുത്തിരുന്നു ഇസ്തര ഇസ്തരസെ കുച്ച് ലड़के സ്കൂൾ ജാത്തെ थे അങ്ങനെ കുറച്ച് മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിലൊക്കെ പോകുന്നുണ്ട് കുച്ച് ലड़के खेतों में फसल काटते हैं കുറച്ച് പേരോ വയലുകളിൽ ധാന്യം വെട്ടുന്നുണ്ടെന്നാണ് ധാന്യം മറ്റേ കൊയ്യുന്നുണ്ട് इसमें कोई कबाहत ही नहीं थी അപ്പൊ ഇതിൽ ആർക്കും വിയോജിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക എതിർപ്പില്ലായിരുന്നു ഹസാറോ സാലസെ ഐസ ചല ആയ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഹസാറോ സാൽ ബാദ് ബി ഐസ ഹി ഹോത്ത രഹേഗ 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഇതേ അവസ്ഥ തുടരും രാഘവ് റാവു ചുപ്പ് പോകുക ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് രാഘവ് റാവു മൗനിയായി बाप ने समझा कि बेटे ने बाप की तरह हार मान ली അപ്പോ അച്ഛൻ വീരിയെ മനസ്സിലാക്കിയത് മകനും എന്നെ പോലെ മകൻ എന്നോട് തോറ്റു എന്ന് മകൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് മകർ ക്യാ ദർ ഹഖീഖത്ത് ഐസാ ഹി ഹുവ ശരിക്കും അങ്ങനെ ആയിരുന്നോ സംഭവിച്ചത് മകൻ തോൽവി സംഭവിച്ചതായിരുന്നു രാഘവ് റാവു ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് यहाँ राघव राव ने अपनी जिंदगी का एक और लम्हा उठाया അപ്പൊ രാഘവ് റാവു തന്റെ ജീവിതത്തിൽ നിന്നുള്ള മറ്റൊരു നിമിഷം ഒരു നാണയം പോലെ അയാൾ എടുത്തു ജബ് വോ 11 साल का था 11 വയസ്സായപ്പോഴുള്ള ഒരു ചരിത്രമാണ് तो उसके गांव ശ്രീപുരം में बड़ा മേള लगा ആ സമയത്ത് ഇയാളുടെ നാട്ടിലെ ഒരു മേള സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ये मेला हर 10 साल के बाद उस गांव में आता था ഓക്കെ ബാക്കി പിന്നെ നോക്കാം ശുക്രിയ